അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, ഒരു IT കാരനൊക്കെ വന്ന് നമ്മളുടെ പ്രതിനിധിയായിട്ട് നിയമസഭയിലൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു IT കാരൻ എന്നുള്ള നിലയ്ക്കല്ലല്ലോ നമ്മൾ എല്ലാവരും പുള്ളിയെ അറിയുന്നത്. ഇപ്പം പഴയ കാലം തൊട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മളിതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർത്തകളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന വാർത്തകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് 10-20 വർഷം മുമ്പാണ്, അതിന് മുമ്പാണ്. അവിടെ BPL എന്ന് പറയുന്ന കമ്പനിയിൽ പുള്ളി ഡയറക്ടറായി. അതായത് അവിടുത്തെ ആ ഒരു കുടുംബത്തിൽ ഈ പറയുന്ന മരുമോൻ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ തന്നെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവിടുത്തെ മരുമോനായിട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BPL എന്ന് പറയുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മാനിപ്പുലേഷൻ നടത്തി സെബി നല്ലൊരു പണി കൊടുത്തു. അവർക്ക് ഒരു 4 വർഷത്തെ ബാനും പിന്നെ ഫൈനും ഒക്കെ അവർക്ക് അടിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന BPL എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവും അളിയനും ഒക്കെയായിരുന്നു അതിൻ്റെ അകത്തെ പ്രതികൾ. അതായത് പറഞ്ഞു വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടത്തിയതിന് ആദ്യമേ തന്നെ പണി കിട്ടിത്തുടങ്ങിയതാണ് പുള്ളിയെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ നല്ല ബന്ധത്തിൽ പോയിരുന്ന അമ്മായിയപ്പനും മരുമകനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ തുടങ്ങിയത് കൂടുതൽ ഷെയർ, അതായത് കമ്പനിയിലൊരു പ്രധാന സ്റ്റേക്ക് ഹോൾഡറായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ മാറിയതിനു ശേഷമാണ്. അതോടെ അവർ തമ്മിലുള്ള ഇന്റർണൽ കോൺഫ്ലിക്ട്സ് ഒത്തിരി വളർന്നു. അതിനുശേഷം അതിൻ്റെ ഒരു പീക്ക് എത്തിയപ്പോഴേക്കും ഈ ഷെയർ ഇവരുടെ തന്നെ BPL തന്നെ റൈവലായിട്ടുള്ള ഹച്ചിസൺ SR ഗ്രൂപ്പിന് കൊടുത്തു. അതോടെ അതിനുശേഷം ഇവർ തമ്മിലൊരു ലീഗൽ ബാറ്റിൽ ഉണ്ടായിരുന്നു. അത് ഒത്തിരി വർഷങ്ങളോളം തുടർന്നു പോയി. അന്ന് ഏതാണ്ട് ഒരു 4400 കോടിയോളം ലാഭം ഈ ഒരു ഡീലിലുണ്ടായി. ഇതിനുശേഷം രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയ പല ബിസിനസ്സുകളുടെ ഒരു തുടക്കം, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു ഡീലായിരുന്നു. അങ്ങനെ BPL തകർച്ചയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വളർച്ചയുടെ തുടക്കം. BPL-ഉം ഹച്ചിൻസൺ SR-ഉം തമ്മിലുള്ള ഡീലിന് ശേഷം നമ്മൾ പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ അറിയുന്നത് 2006 അദ്ദേഹത്തിന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് വാങ്ങുന്നതോട് കൂടിയിട്ടാണ്. പിൽക്കാലത്ത് അദ്ദേഹം ഏവിയേഷൻ, ഡിഫൻസ്, റിയൽ എസ്റ്റേറ്റ്, മീഡിയ അങ്ങനെ പല മേഖലകളിലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2008 ഏഷ്യനെറ്റ് സ്റ്റാറുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ, റൂബർട്ട് മർഡോക്കിന്റെ സ്റ്റാറുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചറിൽ വന്നു. എങ്കിലും കേരളത്തിലുള്ള ഏഷ്യനെറ്റ് ന്യൂസും അതുപോലെ തന്നെ കർണാടകയിലുള്ള സുവർണ ന്യൂസും രാജീവ് ചന്ദ്രശേഖരന്റെ കീഴിൽ തന്നെയായിരുന്നു. പിന്നീട് നമുക്കറിയാം 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഏഷ്യനെറ്റ് ന്യൂസിന്റെ സ്വഭാവം എന്താണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്നത് പുള്ളി എപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി, അതായത് ഈ മാധ്യമങ്ങളെയൊക്കെ മേടിച്ചതിന് ശേഷമാണ് ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്ന ആൾ തൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി ഒരിക്കലും ഒരു ഗ്രാസ് റൂട്ട് വർക്കറല്ല, പൊളിറ്റിക്കൽ വർക്കറല്ല. അപ്പോൾ പുള്ളിക്ക് പറ്റുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്നിട്ട് ഒരു രാജ്യസഭ MP എന്ന് പറയുന്ന ഒരു സ്ഥാനം നേടിയെടുക്കലാണ്. അതിന് പുള്ളിയുടെ കയ്യിലുള്ളത് പൈസയാണ്. അപ്പോൾ അങ്ങനെ പുള്ളി ഈ തൻ്റെ പൈസയൊക്കെ ഉപയോഗിച്ച് കർണാടകയിലെ JDS അല്ലെ BJP അതുപോലുള്ള MLA-കളുടെയൊക്കെ അവരെയൊക്കെ ബൈ ഔട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു ആ സമയത്തെ വലിയൊരു ആരോപണം. അങ്ങനെ ബൈ ഔട്ട് ചെയ്തിട്ട് അതിലൂടെയാണ് ഈ രാജ്യസഭ MP സ്ഥാനം പുള്ളി നേടിയെടുത്തു. അങ്ങനെ നേടിയെടുത്തു എന്ന് പിന്നീട് JDS-ന്റെ നേതാവും പിൽക്കാലത്ത് കർണാടക മുഖ്യമന്ത്രി വരെയായ HD കുമാരസ്വാമി ഇത് വെളിവാക്കിയിട്ടുള്ളതാണ്. പബ്ലിക്കായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ചലഞ്ച് ചെയ്തു, നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്തല്ലേ ഈ ഒരു സീറ്റ് ഒപ്പിച്ചതെന്നൊക്കെ. അതൊക്കെ വളരെ എല്ലാവരും എന്താ പറഞ്ഞ വിസ്മൃതിയിലേക്ക് പോയ കാര്യങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റൊരു ഏരിയയാണ് ലാൻഡ് സ്കാംസ്. KIADB എന്ന് പറഞ്ഞൊരു ലാൻഡ് സ്കാം ഉണ്ട്. അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് പ്രോപ്പർട്ടി, ഇൻഡസ്ട്രി ലാൻഡ് ഉണ്ടാക്കണം എന്ന വ്യാജേന ഈ ഗവൺമെൻറ് പ്രോപ്പർട്ടി ഏറ്റെടുത്തിട്ട് അതിനെ, അതായത് കർഷകരുടെ കയ്യിൽ നിന്ന് വളരെ ചുരുങ്ങിയ തുകയിൽ ഏറ്റെടുത്ത ഭൂമി അവസാനം കുറേ നാൾ ഒരു ഇൻഡസ്ട്രിയും ഉണ്ടാക്കാതെ അവസാനം മാരുതിക്കും ജിൻഡാൽ ഗ്രൂപ്പിനും വളരെ ഉയർന്ന തുകയിൽ വിറ്റു ആ പ്രോപ്പർട്ടി. ഏതാണ്ട് 500 കോടിയോളം രൂപയുടെ ലാഭമാണ് ഈ ലാൻഡ് ഡീലിൽ നേടിയെടുത്തത്. അത് ഒരു സ്കാമാണ്. അതിൻ്റെ കേസുകൾ നടക്കുന്നുണ്ട്. പിന്നീട് 2017 ഒരു വാർത്ത വന്നു. അത് ഒരു KMF ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടതായിരുന്നു. KMF എന്ന് പറഞ്ഞാൽ കർണാടക മിൽക്ക് ഫെഡറേഷൻ. അവർക്ക് 1998 സർക്കാർ 2 സർവേ നമ്പറിൽ കൊടുത്ത ഭൂമി
അത് കുറമംഗലമായിരുന്നു. കുറമംഗല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോഷ് കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. അതിനുശേഷം അവരതൊരു ഏതാണ്ട് ഒരു 30 വർഷത്തേക്ക് ലീസിന് കൊടുക്കുകയാണ് ചെയ്തത്. 2008 തോന്നുന്നു PVK കുറമംഗല ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലീസിന് കൊടുക്കുന്നു. ഈ PVK കുറമംഗല എന്ന് പറയുന്ന കമ്പനി ജൂപ്പിറ്റർ ക്യാപിറ്റൽസിൻ്റെ ഒരു സബ്സിഡറിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡീല് നടക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു MP ആണ്. അതുപോലെ തന്നെ വാർത്തയിൽ പറയുന്നത് ഇത് ലീസിന് കൊടുത്തപ്പോൾ KMFന് പൈസ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ്. അതിനുശേഷം പിന്നീട് PVK കുറമംഗലയും അവിടെ ഒന്നും ബിൽഡ് ചെയ്തില്ല. പകരം അവർ 2011 മന്ത്രി ഹാബിറ്റാറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയാണ് ചെയ്തത്. മാത്രമല്ല ഇതിന് ശേഷം ഇവർ ഈ ഭൂമി ഉപയോഗിച്ച് പലപ്പോഴായി ലോണുകൾ വാങ്ങിച്ചിട്ടുണ്ട് പല ബാങ്കുകളിൽ നിന്നും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലാൻഡാണ് ഒരു പ്രൈവറ്റ് ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇവർ കൊടുത്തിട്ടുള്ള ലോൺ അഗ്രിമെൻറ്റ്സിൽ ടൈറ്റിൽ ഡീഡ്സിൻ്റെ മെമ്മോറാണ്ടത്തിൽ എല്ലാം തന്നെ ഇവരാണ് ഓണർ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. 2016 കർണാടക സർക്കാർ ബംഗളൂരു വിഷൻ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ അഡ്വൈസറി ഒരു മെമ്പറായിരുന്നു. അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫേംസ് ലൈക്ക് മിൻസ്ക് ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ PVK കുറമംഗല, അങ്ങനത്തെ ഫേംസിൻ്റെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ ബാംഗ്ലൂരിൽ നടക്കുന്ന കാലമാണ്. അദ്ദേഹം അപ്പോൾ MP കൂടിയാണ്. ഇതൊരു ക്ലിയർ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് ഉള്ള വിമർശനങ്ങൾ അത് അന്നത്തെ കാലത്ത് തന്നെ ഒരുപാട് വന്നതാണ്. അതിനുശേഷം 2018 ഹൈക്കോടതി ഈ ബംഗളൂരു വിഷൻ ഗ്രൂപ്പിനെ പൂർണ്ണമായി ഡിസോൾവ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തതായി നമ്മൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കേട്ടത് നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി കയ്യേറ്റമായിരുന്നു. കായൽ കയ്യേറി റിസോർട്ട് ഉണ്ടാക്കി. ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലോടെ അതിനെ തേച്ചുമാച്ച് കളഞ്ഞു. അവസാനം ആ കയ്യേറ്റങ്ങൾ ഇന്നും അതേപോലെ നിലനിൽപ്പുണ്ട്. കേസ് എങ്ങും എത്താതെ തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് അവിടെ അങ്ങ് നിൽക്കുന്ന ഒരു കാര്യമില്ല. പുള്ളി ഇപ്പം അതേസമയം തന്നെ, അതായത് ഇപ്പോൾ ഈ MP ആയിരുന്ന അതേ സമയത്ത് തന്നെ ഡിഫൻസ് മിനിസ്ട്രിയിൽ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഡിഫൻസ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊക്യൂർ ചെയ്യുന്നതും അല്ലാത്തതൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തൊരു സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ്. അപ്പോൾ ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അംഗമായിരിക്കെ അതിൻ്റെ ഒരു കൺസൾട്ടേറ്റീവ് മെമ്പറും കൂടെ ആയിരിക്കുകയാണ് പുള്ളിയുടെ ജൂപ്പിറ്റർ ക്യാപിറ്റലിന് കീഴിൽ ആക്സിസ് ഗേറ്റ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സബ്സിഡറി കമ്പനി ഈ ഡിഫൻസ് മേഖലയിലുള്ള കരാറുകൾ നേടിയെടുക്കുന്നത്. അതായത് ആ സമയത്ത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് 1-2 കരാറുകൾ ഇത് നേടിയെടുത്തു എന്നുള്ളതാണ്. അതായത് ഒരേ സമയം പുള്ളി ലോ മേക്കറുമാണ്, അതേസമയം തന്നെ പുള്ളി പറയുന്ന ഒരു ഇൻവെസ്റ്ററും കൂടെയാണ്. അതാണ് ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ, അപ്പോൾ ആ സമയത്ത് ദി വയർ പോലുള്ള മാധ്യമങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പുള്ളി ചെയ്തത്. അല്ലാതെ പുള്ളി ഇതിൽ നിന്ന് പിന്മാറുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. പുള്ളിക്കെതിരെ ശബ്ദിക്കുന്ന മാധ്യമങ്ങളെ ഒതുക്കുക, അതാണ് പുള്ളിയുടെ കയ്യിലുള്ള വഴികൾ. മറ്റ് മാധ്യമങ്ങൾ ശബ്ദിക്കാതിരിക്കാൻ അതിനെ സ്വന്തമാക്കുക, അതാണ് ഏഷ്യാനെറ്റ് അല്ലെ സുവർണ അല്ലെ ഈ പറയുന്ന പോലെ റിപ്പബ്ലിക്, അതിലൂടെയൊക്കെ പുള്ളി നടത്തി എടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സംഭാവനയാണ് റിപ്പബ്ലിക് TV. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ തന്നെ ഏറ്റവും വേഴ്സായ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്തത് റിപ്പബ്ലിക് TVയുടെ ആരംഭത്തോടെയാണ്. BJP ഗവൺമെൻറ് എൻ്റെ എല്ലാ നയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, ഓപ്പോസിഷൻ ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക, അങ്ങനത്തെ ഏറ്റവും മോശമായ ഒരു ടെലിവിഷൻ ജേർണലിസം ചരിത്രം ആരംഭിച്ചത് റിപ്പബ്ലിക് TVയിൽ നിന്നാണ്. അവിടെ മുതലാണ് ഇന്ത്യൻ ജേർണലിസം തന്നെ ഒരു തകർച്ചയിലോട്ട് എത്തിച്ചേർന്നത്. രാജീവ് ചന്ദ്രശേഖർ IT സഹമന്ത്രി ആയിരിക്കുമ്പോഴാണ് പെഗാസസ് വിവാദം ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. എല്ലാവർക്കും അറിയായിരിക്കും, പെഗാസസ് എന്ന് പറയുന്ന ഒരു ഇസ്രയേൽ ഒരു ചാര സോഫ്റ്റ്വെയർ ആണ്.
ഇത് ഉപയോഗിച്ചിട്ട് മോദിയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ മോദിക്ക് കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരെ, അത് ഉയർന്ന ഉദ്യോഗസ്ഥരാവാം, മാധ്യമപ്രവർത്തകരാകാം, ഒപ്പോസിഷൻ ലീഡേഴ്സ് ആവാം, ഈവൻ മനുഷ്യാവകാശ പ്രവർത്തകരാവാം, അവരെ ഒബ്സർവ് ചെയ്യാനായിരുന്നു. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുക, അവരെ തുടർച്ചയായി നിരീക്ഷിക്കുക, അവരുടെ സിസ്റ്റങ്ങളിൽ ഇംപ്ലാന്റ് ചെയ്യാൻ വരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പെഗാസസ്. അങ്ങനെ തന്നെ പല മനുഷ്യാവകാശ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യാൻ വരെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആപ്പിൾ കമ്പനി അവരുടെ ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നു. നിങ്ങളുടെ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഒക്കെ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ പോലും വളരെ നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളഞ്ഞു. ഒരു സ്വന്തം രാജ്യത്തെ മനുഷ്യരെ നിരീക്ഷിക്കാനും അവരെ നിയന്ത്രിക്കാനും അതൊരു ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നത് ഒരു കുറ്റകരമായ പ്രവണതയാണ്. എന്നിട്ട് പോലും IT മിനിസ്റ്ററായ, അതായത് ഒരു ടെക്കിയായ രാജീവ് ചന്ദ്രശേഖരൻ അതിനെ നിസ്സാരമായിട്ട് കരുതി, അല്ലെങ്കിൽ അതിനെ ആജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കുറ്റമായിട്ടാണ് കരുതുന്നത്. ഈ പെഗാസസ് അല്ലെങ്കിൽ മറ്റുള്ള സ്പൈയിങ് സോഫ്റ്റ്വെയറുകളുടെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ്, പുള്ളി 2023 ഈ IT മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റൊക്കെ, അത് IT നിയമങ്ങളിൽ കുറച്ച് അമെൻമെൻറ്റ്സ് വരുത്തി ഗവൺമെൻറ് തീരുമാനിക്കും എന്താണ് സത്യം, എന്താണ് ഫേക്ക്, എന്താണ് ഫാക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി ഗവൺമെൻറ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും, ഓൺലൈൻ ആയാലും അല്ലാത്തതെല്ലാം. അതായത് ഈ വരുന്ന ആളുകൾ അല്ലെ ജനങ്ങൾ അല്ലെ മീഡിയ അവർ പബ്ലിഷ് ചെയ്യുന്നതിൽ ഫാക്റ്റ് ചെയ്ത് ഫോൾസ് ചെയ്ത് എന്ന് ജഡ്ജ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഭീകര രൂപമായിട്ട് ഗവൺമെൻറ് മാറുകയാണ്. അത് ഈ സർവൈലൻസിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. 2024 ബോംബെ ഹൈക്കോടതി ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയായിരുന്നു ഈ ഒരു ലോയെ. 2024 രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് 2021-2022 ഫൈനാൻഷ്യൽ ഇയറിന് അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം വെറും 680 രൂപയാണെന്നാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന കമ്പനിക്ക് സബ്സിഡിയറീസ് ആയിട്ട് മാത്രം 58 കമ്പനികളോ മറ്റുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത്രത്തോളം റിയൽ എസ്റ്റേറ്റ് ഫേംസ്, മീഡിയ ഫേംസ്, അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിനാണെന്നുവെച്ചെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് എല്ലാം ഉള്ള ഒരു മനുഷ്യനാണിത്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ 680 രൂപ, വെറും 680 രൂപ ഇങ്ങനത്തെ ഒരാൾ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഇലക്ഷനിൽ രാജീവ് വീണ്ടും മത്സരരംഗത്ത് വന്നിരിക്കുകയാണ് നിയമമണ്ഡലത്തിൽ. അദ്ദേഹം വീണ്ടും അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അഫിഡവിറ്റിൽ അദ്ദേഹം ബാംഗ്ലൂർ കോറമംഗലയിലുള്ള ഒരു 49,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബംഗ്ലാവ് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു ഏക്കറിന് മുകളിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അവിടുത്തെ ഫെയർ വാല്യൂ എടുത്താൽ മാത്രം ഏതാണ്ട് 200 കോടി രൂപയുടെ സ്വത്തിന് തുല്യമാണ്. അപ്പോൾ ഇത്തരം ഒരു അസറ്റാണ് അദ്ദേഹം അഫിഡവിറ്റിൽ മറച്ചു വെച്ചിരിക്കുന്നത്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. വളരെ ഹാബിച്വലായിട്ട് കള്ളക്കണക്കുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇങ്ങനത്തെ ഒരാളായിരിക്കണമോ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജനപ്രതിനിധി?